ആമിനും അറിഞ്ഞ വിവരം പള്ളിപ്പറമ്പിന്റെ മുമ്പിൽ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാൻ സ്ഥലം കൊടുത്തിരിക്കണെന്ന്. ഒരു ഇസ്ലാമിന് ചേർന്ന പണിയാണ് ഇത്. എന്താണ് ബഷീർ ഈ കേക്കണത്? മുസ്ലിയാർ എന്ന് പറയട്ടെ. ബഷീർ കഴിഞ്ഞ ആഴ്ച മേടിച്ച സ്ഥലല്ലേ പള്ളിപ്പറമ്പിന്റെ അടുത്ത്? അവിടെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാൻ സ്ഥലം കൊടുത്തതെന്ന്. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? മുയ്യൻ കുഴപ്പല്ലേന്ന്. അവിടെ പണിക്കാർ കളിക്കുമ്പോ ഒരു കല്ല് കിട്ടിയെന്ന്. ഭൂമിയിൽ പിന്നെ കല്ലില്ലാണ്ട് വരുമോ? ഇന്ന് നമ്മൾ ആ വഴിക്ക് ചെല്ലുമ്പോ ഒരു ഹിമാർ മണിയടിച്ചോണ്ടിരിക്കുന്നു കല്ലിന്റെ മുമ്പില്. ഇതാണോ കാര്യം? ഉമ്മ, ആ പറമ്പിൽ ഇന്നലെ പണിക്കാർ കളിക്കുമ്പോ ഒരു വിഗ്രഹം കിട്ടി. കൃഷ്ണന്റെ മറ്റോ ആണെന്ന് പറയുന്നത് കേട്ടു. പണ്ട് ഏതൊരു ഇല്ലത്തിന്റെ വകയായിരുന്നു ഇത്രയാ പറമ്പ്. നാട്ടുകാർ ചോദിച്ചപ്പോ അമ്പലം പണിയാൻ ഞാൻ സ്വപ്പം സ്ഥലം കൊടുത്തു, അത്രേ ഉള്ളൂ. അത്രയല്ലെന്ന് നിങ്ങൾ കേട്ടാ? പള്ളീന്റെ അടുത്ത് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാൻ സ്ഥലം കൊടുത്തതെന്ന്. ഒരു ഇസ്ലാമിന് പറ്റിയ പണിയാണോ എന്നത്? ഞാൻ ഇസ്ലാമിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിലല്ലേ? പേരിൽ മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം. ഖുർആൻ പഠിപ്പിച്ചണ്ട. ഇസ്ലാം എന്ന് ഇസ്ലാമാ, ഹിന്ദു എന്ന് ഹിന്ദുവും അല്ല. പിന്നെ അതിനെല്ലാരും മനുഷ്യരല്ല മൊയിലാര്? അതല്ലേ കുഴപ്പം. മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ചിലർക്ക് മനസ്സിലാവൂല. മനസ്സിലാവൂല. നിങ്ങൾക്കറിയോ ആ മദ്രസന്റെ പണി മുഴുമിക്കാതെ കിടക്കുന്നത്? നായിലിക്ക് വല്ല പൈസ ചെലവാക്കുവോ? അതില്ല. അതിനല്ലേ മുസ്ലിയാർ കഴിഞ്ഞ ആഴ്ച 5000 രൂപ വാങ്ങിച്ചോണ്ട് പോയത്. അതിന്റെ ഒരു 5000 കുവ അല്ല നമ്മളെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അല്ല പിന്നെ potential at a point in a field is the work done in moving a unit positive charge is from a point of zero potential to that point against the force of field against the force. എന്താടി വന്നേ? ഒന്ന് ചുമ്മാ രവിയേട്ടാ. അമ്മായി ഉണ്ടോ? ആ ഉണ്ട്. അമ്മായി? ആഹാ, രവിയോ? ഒരാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു പോയ ആളാ. വിചാരിക്കുമ്പോ വരാൻ പറ്റണ്ടേ അമ്മായി? ഒരു 100 കൂട്ടം കാര്യങ്ങളാ. അവിടെ തിയേറ്റർ പുതുക്കി പണിയുന്നു, എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ്, ഓട്ടോമൊബൈൽസിന്റെ സ്പെയർ പാർട്സ് ബിസിനസ്, അതിനിടയ്ക്ക് ഇലക്ട്രോണിക്സിന്റെ ഒരു ഷോറൂം. പോരെ? ബിസിനസും കച്ചവടം ഒക്കെ കൊള്ളാം, പക്ഷേ ശരീരം നോക്കണം. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ വല്ലാതെ മെലിഞ്ഞു. കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ടമ്മായി. എപ്പ ചോദിച്ചാലും ഒന്നും വേണ്ടെന്നേ പറയൂ. ഇന്ന് നോക്കിക്കോ, ഊണ് കഴിക്കാൻ ഞാൻ വിടില്ല. സമയം ഉണ്ടായിട്ടല്ല, ഇതിലെ പോകുമ്പോ അമ്മായിയെ കാണാതെ പോകാൻ മനസ്സ് വന്നില്ല. രവി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഏട്ടൻ വന്നില്ലേ അടുത്ത്? ഇല്ല. നീ എവിടെ ഇരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. എടി പെണ്ണേ, എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത നിനക്ക്? ഞാൻ പേടിച്ചു പോയി. നമ്മളെ ഒന്ന് ഗവനിക്ക് സാറേ. എനിക്ക് പഠിക്കാനുണ്ട്. ഓ, നീ ഇപ്പൊ പഠിച്ച കളക്ടർ ആവാൻ പോവല്ലേ? എന്റെ പുസ്തകം തരുന്നേ വേട്ടാ. തരുന്നില്ലെങ്കിലോ? ഞാനിവിടെ വരണതേ അമ്മാവനെ അമ്മായിയോ കാണാനല്ല. ഇങ്ങനെ ഭഗവതിയാണ് നടന്നിട്ട് ഇത് ആര് കാണാനാ? മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരിക്കാമോ? അണിഞ്ഞൊടുങ്ങി ഇവിടെ ഇരിക്കേ ഉള്ളൂ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് 2ഉം 3ഉം കുട്ടികളായി. നിനക്കോ? ആര് കാണാൻ വന്നാലും അവർക്ക് ഇഷ്ടാവില്ല. ഈ കാണാൻ വന്നു പോയവർക്ക് എന്താണ് കുറവ്? കുടുംബമില്ലേ? കാണാൻ മോശമുണ്ടോ? എനിക്കിഷ്ടായില്ല, അത്ര തന്നെ. ഇനി ആര് വരാനാണ് നിനക്ക്? ദേവേന്ദ്രന്റെ അച്ഛൻ മുട്ടുപെട്ടതോ? അവളൊരു ചുണ്ടരിക്കോട. മുരളി ഇല്ലേ ഇവിടെ? ആരാ? കുട്ടമ്പിള്ളയാ? അതെ, അവർക്ക് ഭാരതിയെ ഇഷ്ടമായി. എന്താ കുട്ടമ്പിള്ളേ? ഞാൻ അവരോട് എന്താ പറയണ്ടേ? കഴിയും വേഗവും നടത്തണമെന്ന് അവര് പറയണോ? എനിക്കിഷ്ടമില്ലെന്ന് അവരോട് പറഞ്ഞേക്കും. എന്നാൽ അങ്ങനെ ആകട്ടെ. നിങ്ങളിങ്ങനെ ഒറ്റാന്തടിയായിട്ട് നടന്നാ മതിയോ രാമനായരെ? തനിക്ക് പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ടേ? നിങ്ങളുടെ അടുത്തുണ്ടോ? ഇതെന്നാ വർത്താന രാമനായരെ? വയസ്സുകാലത്ത് സഹായിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. താൻ ഈ പണിയൊക്കെ എടുത്തും ഏട്ടൻ പറയണ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തും നടന്നാ മതിയോ?
എനിക്കൊരു പെണ്ണ് തരാൻ ആരുണ്ട് ഈ രാജ്യത്ത്? ഞാനുണ്ടടോ. താൻ വിഷമിക്കണ്ടടോ, ഞാനുണ്ടെന്ന്. ഇതിലേത് പെൺകുട്ടിയാ ഇഷ്ടപ്പെട്ടത്? ഈ പെൺകൊച്ചിന് എന്ത് പ്രായമുണ്ട്? കഴിഞ്ഞ ആഴ്ച സാരി ഉടുക്കാൻ തുടങ്ങി. ഈ പെങ്കൊച്ചിന് ഇഷ്ടമായെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ കബൂലാക്കി തരാം. ഏറ്റു. നമുക്കിവിടെ കേറിട്ട് പോവാം. വാടി. നീ ഒറ്റയ്ക്ക് പോയാ മതി. നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിലേ ഉമ്മേനെ കൊല്ലും. മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. ഇന്നലെ രാത്രി കിടക്കണവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ, മുത്തശ്ശി. മുത്തശ്ശി, ഇതാരാ വന്നു നോക്കി? അല്ല, ശാരിയാണ്. മുത്തശ്ശിക്ക് വെള്ളം വല്ലതും കുടിക്കണോ? വേണ്ട, ഭാരതി വന്നില്ലേ സ്കൂളിൽ? ഇല്ല മുത്തശ്ശി. ചാരിയപ്പോ വന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? രാവിലത്തെ പോലെ തന്നെയുണ്ട്. ഞാൻ മെഡിക്കൽ ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് വരാം. ആ, ഞാൻ പോവാ. ആദ്യമൊക്കെ വാണ്ടഡ് കോളങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ജോലി നോക്കിയാണ് അപേക്ഷ അയക്കാറ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കാണുന്നതിനൊക്കെ ചത്ത എലിയെ എടുത്തു മാറ്റാൻ ആളെ ആവശ്യമുണ്ടെന്ന് മുനിസിപ്പാലിറ്റിക്കാരുടെ പരസ്യം കണ്ടാൽ അതിനും. എന്തിനെങ്ങനെ നിരാശപ്പെടണേ? നിരാശയോ? ശരിക്കറിയോ, മറ്റൊരാളുടെ സൗജന്യത്തെ ജീവിക്കുമ്പോ സന്തോഷത്തോടെ ഓർക്കാൻ ഒന്നും ഉണ്ടാവില്ല. ശാരി, ഞാൻ വീട്ടിലേക്കാ. വരൂ. പറഞ്ഞു കേട്ടില്ലേ, കാറിൽ കയറാൻ. ഞാൻ നടന്നു വന്നോളാം. കളിക്കാതെ കാറിൽ വണ്ണേ. ഞാനിന്ന് നടന്നാ പോവാറ്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? അവൾ കേട്ടില്ല. രവി അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അവള് തമാശനെ വെച്ച് പറഞ്ഞതായിരിക്കും. തമാശ? ഇതാണോ തമാശ? സത്യത്തിൽ അവൾ അവന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യായിരുന്നു. അവൻ അവളുടെ ആരാ? ഞാൻ അവളുടെ ആരാ? തോന്നിയാസം കാണിച്ചോണ്ട് നടക്കുക അവള്. പെൺകുട്ടികളായ ചൊല്ലുവിളി വേണം. അറിയോ നിനക്ക്? എന്താ ഉണ്ടായ? എന്താ ഉണ്ടായേ? ഒന്നും അറിയില്ല അല്ലേ നിനക്ക്? പെണ്ണു കുറെ ഏറി പോകുന്നുണ്ട്. നിനക്കെന്താണ് ഇവന്റെ കൂടെ പോന്നാലേ? ചൊല്ലുവിളിക്ക് നടന്നില്ലെങ്കിലേ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ നിന്നെ? എന്താണെന്ന് വെച്ചാ പറയൂ. മോൾക്ക് പ്രായം എത്രയെന്നറിയോ? അത് പെറ്റ നിനക്കറിയില്ലേ? അറിയാം. അതുകൊണ്ടല്ലേ എനിക്ക് വേവലാതി. കാര്യം എന്താണെന്ന് തുറന്ന് പറയൂ. അത് നീ ചാടിക്കടിക്കാൻ വന്നാൽ എങ്ങനെയാ? ദേ, പാലാറും. ദാ കുടിക്കണം. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, രവിക്ക് നമ്മുടെ ശാരി എന്ന് വെച്ചാൽ ജീവനാ. കഴിയുന്നതും വേഗം അവരുടെ വിവാഹം അങ്ങ് നടത്തുന്ന നല്ലത്. അവരുടെ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് കോലോത്തുനിന്ന് വേണമെങ്കിൽ പെണ്ണ് കിട്ടും. അങ്ങനെ വല്ല ഇടങ്ങേറും ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടുന്ന് ചെന്ന് ഏട്ടനോട് പറയുന്നതല്ലേ നല്ലത്? അതിനോട് പഠിച്ചു നടക്കുകയല്ലേ? ഓ, വലിയ പഠിപ്പ്. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാമല്ലോ. അങ്ങനെ എന്തോ രവി ഇവിടെ പറയണ കേട്ടു. ഓഹോ. നാത്തൂനാണെങ്കിൽ രവിയെ കൊണ്ട് എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണമെന്നാ. എവിടുന്നായാലും. ഏട്ടനാണെങ്കിൽ നാത്തൂൻ പറയുന്നതിന് അപ്പുറം ഇല്ല. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? നാളെ തന്നെ ഇക്കാര്യം ഏട്ടനോടൊന്ന് ആലോചിക്കണം. അസലായി. ഇനി ഞാൻ ചെന്ന് എന്റെ മകളുടെ കല്യാണക്കാര്യം ആലോചിക്കണം. ആരോട്? നിന്റെ ഏട്ടനോട്. എന്നാ പിന്നെ നിനക്ക് നിങ്ങൾ പറയാൻ മേലെ. കൊള്ളാം. എല്ലായിടത്തും പെണ്ണുങ്ങളാ കല്യാണക്കാരെ ആലോചിക്കാൻ നടക്കണേ. നിങ്ങളോട് ആര് പറയാനാ? പ്രായമായ പെൺകുട്ടി ആരെങ്കിലും കൈ പിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ?